സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു വിധത്തിൽ ദേവിക ആ പ്രൊജക്റ്റിൽ സൈൻ ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയ പാർട്ടി പ്രസിഡന്റ് രാധാകൃഷ്ണനാണെങ്കിൽ സിദ്ധാർത്ഥൻ സാറിനോട് പ്രത്യേകം കണ്ട് സംസാരിക്കുന്നു. പാർട്ടി വല്ലാത്തൊരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. പാർട്ടി പിരിവ് നടക്കില്ല, കാരണം അത് കേന്ദ്രം അംഗീകരിക്കില്ല. അതിനേക്കായി നല്ലത് പാർട്ടിയിലേക്ക് നല്ല ക്യാഷുള്ള സ്പോൺസേഴ്സ് വരുന്നതാണ്. കെ നായർ നല്ല ക്യാഷുള്ള ആളാണ്. അയാളുടെ പ്രൊജക്റ്റ് ദേവിക സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടിയുടെ ഈ പ്രശ്നം തീരുമെന്നൊക്കെ പറയുമ്പം പാർട്ടി പിരിവാണെങ്കിൽ നമുക്ക് ആലോചിക്കാം. അല്ലാതെ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രൊജക്റ്റും ഞാനോ അല്ലെങ്കിൽ ദേവികയോ അംഗീകരിച്ച് തരില്ലെന്നും മാത്രമല്ല, പാർട്ടി പ്രസിഡൻറ്റും ഇതിന് നിർദ്ദേശം നൽകുന്ന ആളുകളും രാമപുരം നിയോജക മണ്ഡലത്തിൽ അവിടെ അടുത്ത് വന്ന് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റ് സൈൻ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാം. അല്ലാതെ ഇതിന് ഒപ്പിട്ട് തരത്തില്ല. കാരണം അനുഭവിക്കുന്ന ജനങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടേറെ. പറയുന്നവർക്ക് എളുപ്പമാണ്. അവർക്ക് കുറച്ച് ക്യാഷിൻ്റെ കാര്യം മാത്രമാണ്. ജനങ്ങളുടെ ജീവിതം ദുരിതമാക്കിക്കൊണ്ട് ഒരാവശ്യവും നടപ്പാക്കില്ല എന്നൊക്കെ ഉറപ്പിച്ച് പറയുന്ന സമയം സ്വന്തം വീട്ടിൽ തന്നെ ദേവിക്കെതിരെ വലിയ രണ്ട് ശക്തികൾ തിരിയുന്നു. സ്വന്തം ഭർത്താവും അതുപോലെ അമ്മായിയമ്മയും. അവർ രണ്ടുപേരും തറപ്പിച്ച് നമ്മുടെ ദേവികയോട് ഈ ആവശ്യം പറയുമ്പോൾ ദേവിക എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നറിയാൻ വയ്യാതെ ധർമ്മസങ്കടത്തിലായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവികയോട് നന്ദനാണെങ്കിൽ ഒരു ആവശ്യം പറയുന്നു. അത് മറ്റൊന്നുമില്ല, കെ നായരുടെ പ്രോജക്റ്റ് എന്തായാലും ദേവി ഒപ്പിട്ട് കൊടുക്കണം. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുള്ള ഒരാളാണ് കെ നായർ. നന്ദു എന്തായി പറയുന്നത്? അയാൾ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തുപകാരം ചെയ്തെന്നായി പറയുന്നത്? അതൊന്നും എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ബിസിനസ്സിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളുണ്ടായെന്ന്. അതെല്ലാം സോൾവ് ആക്കി തന്നത് ഇസബെല്ലയും കെവിനും അതുപോലെ കെ നായരും കൂടി ചേർന്നാണ്. അതുകൊണ്ട് അവരോട് തിരിച്ച് നന്ദി കാണിക്കാനുള്ള കടമ എനിക്കുണ്ട്. അതുകൊണ്ട് ദേവി ആ പ്രൊജക്റ്റിൽ ഒപ്പിടണം. നന്ദുവിന് അറിയാൻ മേലാഞ്ഞിട്ടായിരിക്കും ആ പ്രൊജക്റ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ജനങ്ങൾക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രൊജക്റ്റാണെന്ന് അറിയാമോ? ഞാൻ വിശദമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ എനിക്കതൊന്നും കേൾക്കണ്ട, താൻ എനിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യില്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് പ്രഭാവതിയാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പം അമ്മയോട് ദേവി പറയുന്നു, അമ്മേ, നന്ദു പറയുന്നത് കേട്ടോ, ആ ഒരു പ്രൊജക്റ്റിൽ ഒപ്പിട്ട് കൊടുക്കാനാണ് പറയുന്നത്. നന്ദൻ്റെ മാത്രം ആവശ്യമല്ല മോളെ, ഇത് അമ്മയുടെയും കൂടി ആവശ്യമാണ്. മോൾ ആ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് സൈൻ ചെയ്യണം. കെ നായർ പറയുന്ന എന്ത് കാര്യങ്ങളും നമ്മൾ അതുപോലെ അനുസരിക്കണം മോളെ എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ അറിയാത്ത എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ മനസ്സിലുണ്ടോ? ചില സമയങ്ങളിൽ എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അതിന് വേണ്ടിയിട്ടാണോ? അതോ ഇനി അയാൾ ക്യാഷ് തന്നോ അല്ലെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്തോ നിങ്ങളെ വിരട്ടിയിട്ടുണ്ടോ? എന്താണെങ്കിലും തുറന്നു പറ. അല്ലാതെ അമ്മയും നന്ദും ഇതുപോലെ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു പ്രൊജക്റ്റിൽ എന്നോട് സൈൻ ചെയ്യാൻ പറയില്ലല്ലോ എന്ന് പറയുമ്പം മോള് തെറ്റിദ്ധരിക്കുന്നതാ. അങ്ങനെ അയാൾ ഞങ്ങളെ വിരട്ടിയതോ ക്യാഷ് തന്നതോ ഒന്നുമില്ല. പക്ഷേ ഇത് ഞങ്ങൾ മോളോട് വെക്കുന്ന ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും മോളത് പറ്റില്ലെന്ന് പറയരുത് എന്ന് പറയുമ്പോൾ ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ദേവിയാണെങ്കിൽ ഈ ഒരു വിഷമം സിദ്ധാർത്ഥൻ സാറിനോട് ചെന്ന് പറയുന്നു. അമ്മ ഇതുപോലെയൊക്കെ പറയുന്നുണ്ട്, കെ നായരുടെ പ്രൊജക്റ്റിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പ് എനിക്ക് പാർട്ടിയിൽ നിന്നും അതുപോലെ പുറത്ത് മറ്റ് പ്രമുഖരിൽ നിന്നുമായിരുന്നു പ്രഷർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ സ്വന്തം വീട്ടിൽ ഭർത്താവും അതുപോലെ അമ്മയും പ്രൊജക്റ്റിൽ സൈൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്നു എന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അതിനെപ്പറ്റി പ്രഭാവതിയോട് ചോദിച്ച് വഴക്കാകുകയും ചെയ്യുന്നു. പ്രഭാവതിയാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും തൻ്റെ മകൻ്റെ ഭാവിക്ക് ദോഷമൊന്നും വരരുത് എന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. ശരിക്കും പറഞ്ഞാൽ തെറ്റിന്ന് തെറ്റിലേക്കാണ് ഇവരുടെ പോക്കെന്ന് അറിയാതെയാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നത്. നന്ദനെയും നന്ദൻ്റെ കുടുംബത്തെയും മാത്രം ബാധിക്കുന്ന ഒരു തെറ്റാണ് നന്ദൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ഇപ്പം നന്ദനും അതുപോലെ പ്രഭാവതി മേഡവും കൂടി ചേർന്ന് ഒരു കൂട്ടം ജനങ്ങൾക്ക് മൊത്തം ദോഷം വരുന്ന ഒരു പ്രൊജക്റ്റിന് വേണ്ടിയിട്ടാണ് ഇപ്പം വാശി പിടിക്കുന്നത്. ഇസബെല്ല എന്ത് പറയുന്നോ അതുപോലെ അനുസരിക്കുന്നുണ്ട് നന്ദനും. ഇനി അധികം താമസിക്കാതെ ദേവികയെ ഒഴിവാക്കി ഇസബെല്ലയുടെ പിന്നാലെ പോകുന്ന നന്ദനെ ആയിരിക്കുമ്പോൾ നമുക്ക് കാണേണ്ടി വരുന്നത്. കാരണം കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയൊക്കെയാണ്. ഏകദേശം ദേവിക എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ താല്പര്യമില്ല. എന്തായാലും താൻ ഒരു തെറ്റ് ചെയ്തു, ഇതിലും ഭേദം എല്ലാ തെറ്റും ഏറ്റുപറഞ്ഞ് ജയിലിൽ പോയി കിടക്കുന്നതായിരിക്കും. എന്നാൽ വീണ്ടും വലിയ വലിയ തെറ്റുകളിലേക്കാണ് നന്ദൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കാതെ അതിന് കൂട്ടു നിൽക്കുകയാണ് പ്രഭാവതി, സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അതേസമയം ദേവികയോടിങ്ങനെ നന്ദൻ ഓരോ കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അവളെ ഇങ്ങനെ സമ്മർദ്ദത്തിലാക്കുന്ന കാര്യം മനസ്സിലാക്കി മുരളിയാണെങ്കിൽ അതിനെപ്പറ്റിയും നന്ദനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ദേവികയോട് അങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും പറഞ്ഞ ദേവിക്ക് നല്ല വിഷമമായി.
അവൾ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? ജനങ്ങളുടെ നന്മ ഉദ്ദേശിച്ചല്ലേ അവൾ അങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള കാര്യത്തിൽ മൂന്നാമതൊരാൾ ഇടപെടേണ്ട, നീ എന്തിനായി ഞങ്ങളുടെ കാര്യത്തിൽ ഇടയ്ക്ക് കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് തള്ളി മാറ്റുന്നുണ്ട് മുരളിയെ. മുരളിയാണെങ്കിൽ ആകെ ഷോക്കാകുന്നുണ്ട്. നന്ദൻ ഇതുവരെ തന്നോട് ഇങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ മുരളിയാണെങ്കിൽ കല്യാണം കഴിച്ച പെൺകുട്ടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ദേവികയെ ആദ്യമായിട്ട് ചന്ദ്രോത്ത് വീട്ടിലും അതുപോലെ സ്വന്തം വീട്ടിലേക്കും കൊണ്ടുവരുന്നത്. നന്ദനാണ് ദേവിയെ കല്യാണം കഴിച്ചതെന്നുള്ള കാര്യം പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ആ സമയങ്ങളിൽ പോലും സ്വന്തം കാമുകിയായിട്ടുള്ള ഗൗരിയെ വിവാഹം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അവൾ മറ്റൊരു പുരുഷനെ കല്യാണം കഴിക്കാൻ പോകുക എന്നറിഞ്ഞിട്ട് പോലും ഒരുപാട് സഹിക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുരളി. അങ്ങനെയുള്ള മുരളിയാണിപ്പം നന്ദൻ അവോയ്ഡ് ചെയ്യുകയും സ്വന്തം ഭാവിക്ക് വേണ്ടിയിട്ട് കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാകുമെന്ന് കാത്തിരുന്ന് കാണാം.